ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ലുലു മോളിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. ഇങ്ങനെയാണ് തോന്നുന്നു ക്ലാരിറ്റി അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അത്ര ചൂടാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഞങ്ങൾ പോയി വരാമെന്നൊന്നും അറിയില്ല, കാരണം അവിടേക്ക് കുറച്ചും കൂടി പാലക്കാട് കുറച്ചും കൂടി ചൂട് കൂടും. പിന്നെ പുതിയൊരു അതിഥി വന്ന സ്ഥാനം നോക്കുക ഗൈസ്, ചുണ്ടിൻ്റെ അവിടെ. അതാണ് എനിക്ക് വേദനിച്ചിട്ട് വയ്യ, തേനീച്ച കുത്തിയ പോലെ ഉണ്ട് ചുണ്ട്. വാവക്കുട്ടിയൊക്കെ അത് പറഞ്ഞ് കളിയൊക്കെ തന്നെ. മമ്മി ഇതിപ്പോൾ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി എന്നെ ഇങ്ങനെ ചിരിപ്പിക്കുക തന്നെ ഇത് കണ്ടിട്ട് അല്ലേ. ഡുമിക്കി അവിടെ കിടക്കുന്നുണ്ട് ആള്. അപ്പോൾ ഇത് മാറാൻ വല്ല വഴിയുണ്ടെങ്കിൽ ജസ്റ്റ് ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനാണ്. ചിരിക്കാനും കഴിക്കാനും ചമയ്ക്കാനും ഒന്നിനും പറ്റുന്നില്ല. സോ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. എൻ്റെ ഏകദേശമുള്ള പണികൾ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഓയിലിങ് ചെയ്തു. അപ്പോൾ എനിക്ക് ചൂടത്ത് എന്തൊക്കെയോ കഴിക്കാൻ, ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുക, അതേപോലെ ആകെപ്പാടൊരു ഇതില്ല. അപ്പോൾ ഞാനൊരു ഇളനീര് വെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇളനീര് വെട്ടിത്തരുന്നുണ്ട്. എനിക്ക് ഇളനീര് വെട്ടാൻ അറിയില്ല. മമ്മി എന്നോട് ഇങ്ങനെ പറയും, എത്ര ഇതായിട്ട് എന്നെക്കാട്ടിലും ശക്തി ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വെട്ടി കുടിച്ചുകൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഓരോ ശക്തി ഉണ്ടെങ്കിലും നമുക്ക് വയം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ വെട്ടി കുടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അതിൻ്റെ ഒരു തോല് കളയാൻ പോലും അറിയില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഓൾറെഡി വെട്ടി വെച്ചതിൻ്റെ കുടിക്കണമെങ്കിൽ കുറച്ച് ഇത് വേണമല്ലോ, ചെറിയൊരു ഹോൾ വേണമല്ലോ, അതും കൂടി വെട്ടാൻ എനിക്ക് കിട്ടത്തില്ല. മമ്മി ഇങ്ങനെ പറയും, ഇതുകൊണ്ടോ ചുണ്ട് നല്ല പെയിനുണ്ട്. പന്നീർ വെള്ളമൊക്കെ ഒരു ഗ്ലാസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തേങ്ങയോടെ കുടിക്കാനാണ് ഇഷ്ടം, പക്ഷെ എൻ്റെ ലിപ്സ്റ്റിക്ക് പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ, എനിക്ക് നല്ല ഭാഗ്യമുണ്ട് അത്ര, കാരണം എൻ്റെ ഇളനീരിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാവും. ഈ ചൂടിൽ ഇളനീര് കുടിക്കുന്നത്. ഇടാം നല്ല മധുരമുണ്ട് പറഞ്ഞാൽ നല്ല മധുരമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ജെല്ലി പോലുള്ള ഇളനീര് കഴിക്കാനാണ് ഇഷ്ടം. വെള്ളത്തെക്കാട്ടിലും എനിക്ക് ഇതാ വരുന്നോ, വെള്ളത്തെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി കഴിക്കാൻ എനിക്കിതാണ് ഇഷ്ടം. പക്ഷെ തേങ്ങ ആവരുത് കേട്ടോ, ഇതേപോലെ ജെല്ലി പോലെ ആയിരിക്കണം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണം. മമ്മി വിളിക്കുന്നുണ്ട് ഗൈസ്, ഇപ്പോൾ വരാം. അപ്പോൾ നമ്മൾ പുറത്ത് പോണതിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും നമ്മളുടെ സ്കിന്ന് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മളുടെ സ്കിന്നായാലും നമ്മളായാലും തളരും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ്, പുറത്ത് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. നമ്മളുടെ ഇവിടെ അല്ല, പാലക്കാടാണ് നമ്മുടെ ലുലു മോൾ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചൂട് കൂടും. സോ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കേണ്ടത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഈ മോയ്സ്ചറൈസ്ഡ് അല്ലാതിരിക്കും. അതേപോലെ ഡീഹൈഡ്രേഷൻ അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ടാവും. സോ അപ്പോൾ നമ്മൾ അതൊക്കെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രോഡക്ട്സ് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഹെവി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീസി ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് നാച്ചുറൽ ഗ്ലോ ഒക്കെ വരണം, നമുക്ക് വേണ്ടതൊന്നും നമുക്ക് കിട്ടത്തില്ല. സോ അതിനൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഈ ഒരു സമ്മർ സീസൺ, അല്ലെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ അടിപൊളിയാക്കി നല്ല പാമ്പർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടൊരു അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. കാരണം എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഗൈസ് ഈ ഒരു ടൈമിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും നമ്മുടെ സ്കിൻ നമ്മളെ പോലെ തന്നെ ടയേർഡായിട്ടിരിക്കും നമ്മുടെ സ്കിന്നും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ പാമ്പർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെയും ഒരു ഇതാണ്. എന്നാലല്ലേ സ്കിൻ നല്ലൊരു പിങ്കിഷ് ഗ്ലോ, ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നമുക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരുള്ളൂ. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ തന്നെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ
മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നമ്മൾ പുൾ ആൻഡ് പുഷ് പിങ്ക് ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഫേസ് വാഷിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ നല്ല സ്മെല്ലും ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കും. ഇതിൽ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല പിങ്ക് ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈഡ്രോളിക് ആസിഡ് ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് കൂളായ പോലെ തോന്നുന്നുണ്ട്. സോ നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മാമാത്തിൻ്റെ തന്നെ മറ്റേ ബീട്രൂട്ട് മോയ്സ്ചറൈസർ ആണ്. എൻ്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്യണത് ബീട്രൂട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അതിൻ്റെ ഒരു ടെക്സ്ചർ അതേ ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അപ്ലൈ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ എല്ലാവരുടെയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിലും ബീട്രൂട്ട് ഹൈഡ്രോളിക് ആസിഡ് ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിന് നല്ല പിങ്ക് ഗ്ലോ കൊണ്ടുവരാനും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ സ്കിൻ ഭയങ്കര സൂപ്പർ ഹൈഡ്രേറ്റഡ് ആൻഡ് ഒരു പിങ്കിഷ് ഗ്ലോ ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഗ്ലോ വന്ന പോലെ. അപ്പോൾ ഈ ഒരു 2 പ്രൊഡക്ട്സും ഗൈസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. സൂപ്പറാണ്. ഈ സീസണിൽ എന്തായാലും മസ്റ്റ് ഹാവ് പ്രൊഡക്ട്സ് ആണിത്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഇൻസ്റ്റന്റ്ലി ഹൈഡ്രേറ്റ് ചെയ്യും, അതേപോലെ ഒരു പിങ്കിഷ് ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ഗുഡ്നസ് ഓഫ് ബീട്രൂട്ട് ആൻഡ് ഹൈഡ്രോളിക് ആസിഡ് ഉണ്ട്. പിന്നെ മീറ്റ് സേഫ് സർട്ടിഫൈഡ് ആണ്. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആയിട്ട് നമ്മൾ ഇട്ട ഫീൽ ഒന്നും ഉണ്ടാവത്തില്ല. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും കൂടിയാണ് ഈ 2 പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡായ ഉണ്ണി 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും അതിൻ്റെ സൈറ്റിൽ നിന്ന് ആപ്പ് കേട്ടോ. പറയുന്ന പോലെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവിന്റെ കാര്യം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് മാമാത്തിന്റെ സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവർ ഓരോ ട്രീ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴും അത് അവിടെ ഓരോ ട്രീസ് അവർ പ്ലാന്റ് ചെയ്തിരിക്കും. സോ ഒരു 2025 ആകുമ്പോഴത്തേനും അവർക്ക് 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യണം എന്നാണ് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ്. സോ അതിനെല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ മാമാത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിൽ അവൈലബിൾ ആണ്. പിന്നെ ഓഫ്ലൈനായിട്ട് നിയർ ബൈ സ്റ്റോഴ്സിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ കാണുവാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേഗം ഒന്ന് ഗെറ്റ് റെഡി ആവാം പെട്ടെന്ന്. ഓക്കെ, ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇടുന്നത്. ഇതിൻ്റെ മുകളിലൊരു കോട്ടും കൂടെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ തല നനച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതൊന്ന് ഭയങ്കര വെറ്റായിട്ടിരിക്കുകയാണ് കണ്ടോ അങ്ങനെ. അപ്പം ഞാൻ പോകുമ്പോഴത്തേനും എന്തായാലും ഇത് ഉണങ്ങത്തില്ല. സോ ഇതൊന്ന് ഉണക്കണം. അതാണ് ഇനി അടുത്ത പണി. സോ ലെറ്റ്സ് ഗോ. അത് ഈ ഒരു ടവലുകൊണ്ട് വല്ലാണ്ട് വെള്ളം പോകത്തില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വയ്യ. ഞാൻ മുകളിൽ പോയിട്ട് വേറെ ടവൽ എടുക്കാൻ എനിക്ക് വയ്യ. പിന്നെ ഞാൻ വോളിയമൈസർ കൊണ്ടാണ് കേട്ടോ, എന്ന് വെച്ചാൽ വോളിയമൈസർ കൊണ്ടാണ് ഒന്ന് ഉണക്കാൻ നോക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എന്താ ഡ്രൈയും ചെയ്തെടുക്കാം, വോളിയമൈസും ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ചെയ്യണമെങ്കിലും അത്യാവശ്യം മുടി എന്താവണം, മുടി അത്യാവശ്യം ഉണങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉണങ്ങിയിരിക്കല്ല, സോറി, എന്ന് വെച്ചാൽ ഒരു കുറച്ചുള്ളൊരു ഡ്രൈ ആയിട്ടിരിക്കണം. എന്ന് വെച്ചാൽ ഓവർ വെറ്റായിട്ടിരിക്കരുത്. ജസ്റ്റ് ടവലുകൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോഴേ രസമുണ്ട്. ഇനി വോളിയമൈസ് ചെയ്തിട്ട് ഇത് ആക്കിയിട്ട് കളയണോ, അങ്ങനെയല്ല, ഡ്രൈ ചെയ്യണോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു ഇത്. കാരണം ഇങ്ങനെയും അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഉണങ്ങട്ടെ അല്ലേ. അപ്പോൾ വേഗം നമുക്ക് റെഡി ആയിട്ട് കാണാം. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നില്ല ഇതിൻ്റെ ഒരു കോട്ട്, വേറെ കോട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കോട്ട് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സോ പോയിട്ട് വരാം. മമ്മി, ഞാൻ, പിന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് അന്നൊന്നും വന്നിരുന്നില്ല. ചേച്ചി രശ്മി ചേച്ചിയും കൂടിയാണ് പോണത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഇരുന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടു ഗൈസ്. എന്തോ വണ്ടിയിൽ പാട്ടും വെച്ചിട്ടുണ്ട്, പിന്നെ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ രശ്മി ചേച്ചിയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഈ ചേച്ചിയായിരുന്നു അന്ന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആളുടെപ്പാണ് നമ്മൾ പോകുന്നത്. ഗൈസ് ഫൈനലി നമ്മൾ ലുലു എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് എത്തി. ഓക്കെ, പെട്ടെന്ന് എത്തി. അന്ന് വന്നപ്പോഴും പെട്ടെന്ന് എത്തി, ഇന്ന് വന്നപ്പോഴും പെട്ടെന്ന് എത്തി. ഇപ്പോഴും അതെ ഗൈസ്, ഭയങ്കര തിരക്കാണ്. അന്ന് വന്നപ്പോഴും അതെ ഭയങ്കര തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ പാർക്കിംഗ് ഫുള്ളായിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിലായിരുന്നു. ഫുൾ വണ്ടികളും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഇനി ഉള്ളിൽ പോയി നോക്കിയിട്ട് നമുക്ക് തിരക്കുണ്ടോ ഇല്ലയോ നോക്കാം. ആൻഡ്
ഇത് ഡോറ് തുറക്കാൻ പറ്റില്ലേ? ഓക്കെ. എന്താ എന്താ എക്സ്പ്രഷൻ കാണിച്ച്? കോളറുള്ള ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുക. LKG കുട്ടികൾ ഇടണ പോലെ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ശരി, നമ്മുടെ ഈ സെക്യൂരിറ്റി അങ്കിളിനോട് പറ അമ്മി, ഒന്ന് മനുഷ്യ നനച്ചൂടെ മനുഷ്യ എന്നൊന്ന് പറയാം. ഇവിടെ ഇറങ്ങണോ? ഓക്കേ അമ്മി, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല വെയില്. മമ്മി വെയിലത്ത് ഇറങ്ങി തലകറങ്ങി ഇവിടെ തന്നെ വീണെന്ന് തോന്നുന്നുണ്ട്. ഓ, ആള് കൊടയിൽ കിടക്കുന്നുണ്ടേ. മേഡം വരൂ. നിർത്തണോ? എല്ലാം ചെയ്തായിരുന്നു അല്ലേ? എന്താണ്? സോ ആദ്യം ഇവർ എവിടേക്കാ, ഹൈപ്പർക്കാണോ പോണേ, എന്താ പോണേ, എവിടേക്കാ പോകുന്നേന്ന് നമുക്ക് നോക്കാം. ഹൈപ്പറിൽ കയറുന്നില്ല അമ്മി? ഹൈ വേണ്ട, അതെ അല്ലേ? ഓക്കെ ഗൈസ്, എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവണത്. എനിക്കെന്ന് പറഞ്ഞിട്ട് വരും, പക്ഷെ എനിക്കൊന്നും കിട്ടത്തില്ല. മമ്മി എന്നിട്ട് ഇപ്പൊ എത്ര മേടിച്ചു എന്നറിയാം? 1 2 2 ഇതൊന്നും ഞങ്ങൾ ഇടില്ല കേട്ടോ. ഇല്ല, ഞങ്ങൾ ലെഗിൻസ് ഇടാറില്ല. എന്നിട്ട് മമ്മിയാണ് ഗൈസ് എല്ലാം എടുക്കുന്നത്. ഞാൻ ആകെ ഒരു ക്രോപ്പ് ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എനിക്ക് വേണ്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം മുകളിൽ പോയി നോക്കാം. വേണോ? ആരാ വന്നത്, ആരാ ഷോപ്പിംഗ് വന്നത്? ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. അവരുടെ ഷോപ്പിംഗ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, ഇതിലൊരെണ്ണം പോലും എൻ്റെ ഇല്ല. ഇവര് രണ്ടാളും ആണോ ഷോപ്പ് ചെയ്യാൻ വന്ന്? ഇവര് രണ്ടാളാണോ ഷോപ്പിങ്ങിന് വന്നത്? അതാ ഞാൻ പറയണേ. എന്ത് അത് വെച്ചില്ല. മൊത്തം എന്റെ പേരും എന്റെ പേരും പറഞ്ഞിട്ട് ഇവര് ഷോപ്പിംഗ് ചെയ്യാണ്. ക്രൂരത്തികള്. എന്തുണ്ണി മോളേന്ന്? ഇനി ഉണ്ണിമോളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. എല്ലാരും മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പോവാണ്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കേട്ടോ, എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാറിലിരുന്നിട്ട് തന്നെ നമ്മൾ കുറച്ച് കേക്ക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിലിരുന്നിട്ട് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്ത് ചോക്ലേറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.